ഞാൻ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ചേരാൻ പോയി. ഇംതിഹാനിൽ മുത്തവ്വൽ ക്ലാസിലേക്ക് പ്രവേശനം ലഭിച്ചു. 99 മാർക്ക് കിട്ടിയിട്ട് പ്രവേശനം ലഭിച്ചു. എന്നാൽ ഞാൻ തീരുമാനിച്ചു ഒരു കൊല്ലം അധികം എടുത്ത് മുഖ്തസറിൽ കൂടി ഒരു കൊല്ലം പഠിക്കാം. അതിന് കാരണം എന്താണ്? മൂന്ന് കാരണമാണ്. മുത്തവ്വൽ ക്ലാസ്സിൽ സീറ്റ് നല്ല മാർക്കോടുകൂടി കിട്ടിയിട്ടും വെല്ലൂരിലെ ചൂടും ബുദ്ധിമുട്ടും എല്ലാം സഹിക്കേണ്ടി വരുമെന്ന് വെച്ചിട്ടും ഒരു കൊല്ലം തെരഞ്ഞെടുത്ത് അധികം എടുത്തത് ഒന്ന്, വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് മുഖ്തസർ ക്ലാസ്സിലാണ് സഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഭാഗം ദർസ് നടത്തപ്പെടുന്നത്. അത് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ആ ദർസ്. അദ്ദേഹത്തിന്റെ ദർസ് വളരെ പ്രസിദ്ധമായ ദർസാണ്, ബുഖാരി ദർസ്. ആ ദർസിൽ ഒന്ന് പങ്കെടുക്കണം. മുത്തവ്വല് അങ്ങനെ ചിലപ്പോഴുണ്ടാവില്ല. ഇത് നല്ല ദർസ, അപ്പൊ അതിൽ പങ്കെടുക്കണം. അതാണ് ഒന്നാമത്തെ ആവശ്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇവിടുന്ന് ബുഖാരി ഓതി തീർത്തിട്ടാണ് പോയതെങ്കിലും ഒന്നുകൂടി ഓതാം, തഹ്ഖീഖ് ചെയ്യാം. അവിടുത്തെ ദർസിന്റെ സ്വഭാവം തന്നെ 4 മദ്ഹബുകളും ആ മദ്ഹബിന്റെ തത്ബീഖുകളും എല്ലാം ഒരുമിച്ച് കൂട്ടി ഈ ഹദീസ് ശക്തിപ്പെടുത്തുന്നത് ഏത് മദ്ഹബാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള ദർസാണ്. അപ്പൊ അതൊന്ന് കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ട്. രണ്ടാമത്തത് തഫ്സീറുൽ ബൈളാവി, അതും നേരത്തെ ഇവിടുന്ന് ഓതി തീർത്തു പോയതാണ്. പക്ഷേ ബാഖിയാത്തിന്റെ പ്രിൻസിപ്പാളായിരുന്ന അബൂബക്കർ ഹസ്രത്ത്, അദ്ദേഹം വലിയ ലോവിയും വലിയ ബയാനും ഫസീഹും ഫസാഹത്തുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ബൈളാവി ദർസും ഇതുപോലെ പ്രസിദ്ധപ്പെട്ട ദർസാണ്. അദ്ദേഹത്തിനെ കൊണ്ട് അതും ഓതാം. ബാക്കിയുള്ള സമയം ദർസിൽ ഓതാത്ത കുറെ കിതാബുകൾ മുതാലഅത്ത് ചെയ്തു തീർക്കാം. ബാഖിയാത്ത് സ്വാലിഹത്തിൽ വലിയ കുതുബഖാനുണ്ട്. ആ കുതുബഖാനയിൽ നിന്ന് കിതാബുകൾ നോക്കി തീർക്കാം എന്ന ഉദ്ദേശവും. ഈ 3 ഉദ്ദേശത്തിന് അൽഹംദുലില്ലാഹ് ഞങ്ങൾ പറഞ്ഞു മുഖ്തസറിലാണ് ഇരിക്കുന്നത്. ഒരു ദിവസം അവിടെ ഹാജറുണ്ടായാൽ ഒരു ദിവസത്തേക്ക് ഒരു പൈസ കിട്ടും. 30 ദിവസവും ഹാജറുണ്ടായാൽ 30 പൈസ കിട്ടും ബാഖിയാത്ത് സ്വാലിഹാത്തിൽ നിന്ന്. ഹാജരില്ലാത്തവർക്ക് പൈസ കുറയും. ഒരു കുപ്പി മണ്ണെണ്ണ കിട്ടും ഒരു മാസത്തേക്ക് വിളക്ക് കത്തിക്കാൻ. താമസിക്കുന്ന റൂമിൽ 2 ആൾക്ക് ഒരു കുപ്പി മണ്ണെണ്ണ
എന്നിട്ട് ചെറിയ വിളക്ക് വെച്ചിട്ട് അത് കത്തിച്ചിട്ട് അതുകൊണ്ടാണ് കിതാബ് നോക്കല്. കറണ്ട് ഇല്ല, ലൈറ്റില്ല, ഫാനില്ല, ഒന്നുമില്ല ആ കാലഘട്ടത്തിൽ. ഏതായാലും അൽഹംദുലില്ലാഹ് ആ ഒരു കൊല്ലം ഈ 2 കിതാബ് ഓതുകയും ബാക്കിയുള്ള ദർസുകളിലൊക്കെ ഉസ്താദന്മാരോട് വല്ല ഹാജർ കൊടുത്ത് സമ്മതം വാങ്ങി ഞാൻ കിതാബ് മുത്താലത്ത് ചെയ്യാൻ പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു കൊല്ലം കഴിഞ്ഞത്. പിന്നെയുള്ള 2 കൊല്ലം മുത്തവൽ ക്ലാസ്സിൽ അത് കഴിഞ്ഞ് 1964 ആണ് ഞാൻ ദർസ് തുടങ്ങുന്നത്. 1963 ഡിസംബർ 30-ാം തീയതിയാണ് ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ജലസ കഴിഞ്ഞ് സനദ് വാങ്ങി ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ 64 ദർസ് ആരംഭിക്കുകയാണ്. അതിന് ദർസ് തുടങ്ങാൻ ഉസ്താദിനെ തന്നെ, ശൈഖ് ഹസൻ ഹദ്റത്തിനെ തന്നെ ക്ഷണിച്ചു. അവര് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഏതാ കിതാബ് തുടങ്ങുന്നത്? ഏതെങ്കിലും ഒരു കിതാബ് എടുത്തുകൊണ്ട് വരും. ജുമാന്റെ ശേഷം ആണ് ദർസ് തുടങ്ങിയത്. അപ്പോ ബുഖാരി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സഹീഹുൽ ബുഖാരി എടുത്തുകൊണ്ടുവന്ന് എന്റെ ദർസ് ശൈഖുന ഉസ്താദ് ബുഖാരി കൊണ്ട് തന്നെ തുടങ്ങിത്തന്നു. അന്ന് എന്നെ കൊണ്ട് ഓതിയിരുന്ന ഒരു മുത്തഅല്ലിം എന്റെ നാട്ടുകാരൻ CP മുഹമ്മദ് മുസ്ലിയാരായിരുന്നു. അദ്ദേഹം ഇതിന്റെ ഇടയ്ക്ക് മരിച്ചുപോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. പിന്നീട് വയനാട് ഹസൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ C അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി 5 പേര് മാത്രമാണ് എന്റെ ദർസിൽ അന്ന് ബുഖാരി ഉള്ളത്. ഈ ബുഖാരി ദർസ് 3 കൊല്ലം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. ഒറ്റ ഹദീസും ഒഴിയാതെ സുലുസുൽ ബുഖാരി 1 കൊല്ലം എന്ന നിലക്ക് 3 കൊല്ലം കൊണ്ട് ബുഖാരി അവസാനിപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഒറ്റ കൊല്ലവും ബുഖാരി ദർസ് ഒഴിവ് ആയിട്ടില്ല. മർക്കസിൽ വരുന്നതിന് മുമ്പ് മങ്ങാട് ദർസ് നടത്തിയപ്പോഴും, കാന്തപുരം ദർസ് നടത്തിയപ്പോഴും, കോളിക്കൽ ദർസ് നടത്തിയപ്പോഴും 3 സ്ഥലത്താണ് ഞാൻ ദർസ് നടത്തിയത്. അവിടെയൊന്നും സഹീഹുൽ ബുഖാരിയുടെ ദർസ് ഇല്ലാത്ത ഒരു കൊല്ലവും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് മർക്കസിലും ഇത് തുടങ്ങി. അത് അല്ലാഹു തആലയുടെ വലിയ മഹത്തായ ഒരു ഫളലാണ്. സഹീഹുൽ ബുഖാരിയുടെയും സിഹാഹു സിത്തയുടെയും മറ്റ് മുവത്ത തുടങ്ങിയ പ്രസിദ്ധമായ മുഴുവൻ ഹദീസ് കിതാബുകളുടെയും ആദ്യത്തെ ഹദീസ് മാത്രം എടുത്തുദ്ധരിച്ചുകൊണ്ട് അൽ അവാഇൽ സുംബുലിയ എന്ന ഒരു കിതാബ് ഉണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അസ്സുംബുൽ എന്ന ആള് തസ്നീഫ് ചെയ്തതായതുകൊണ്ട് അൽ അവാഇൽ സുംബുലിയ എന്ന് പറയും. എല്ലാ കിതാബിന്റെയും പ്രധാനപ്പെട്ട മുഴുവൻ കിതാബുകളുടെയും അവൽ ഹദീസ് ആണ് അതിൽ ഉള്ളത്. ഞാൻ ഒരു പ്രാവശ്യം മിസ്റിൽ പോയപ്പോ ഷെയ്ഖ് ജുമുഅ ഇവിടെ വന്ന് പോയതിന്റെ ശേഷം
മിസ്റിൽ പോയപ്പോ അവിടെ മിസ്റിലുള്ള ഒരു 10-50ഓളം ഉലമാഇനെ ഒരുമിച്ച് കൂട്ടി ജമാഅന്റെ സെക്രട്ടറി. ജാമിഅത്തുൽ അസ്ഹർ ഉണ്ടാകുന്നതിന്റെയും മുമ്പ് മിസ്റിലുള്ള ഉലമാക്കളൊക്കെ ദർസ് നടത്തുകയും ഓതുകയും പഠിക്കുകയും ചെയ്ത 1300-ലധികം കൊല്ലം പഴക്കമുള്ള ആ പള്ളിയിൽ മിമ്പറിന്റെ അടുത്ത് വെച്ച് എന്നോട് പറഞ്ഞു അവര്, അല്ല വായിരു സുംബുലിയ, ഞങ്ങൾക്ക് ദർസ് നടത്തി തരണം. കാരണം ഈ അവായിരു സുംബുലിയ ഞാൻ പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ അൽ ഫാദാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന വലിയ മുഹദ്ദിസിൽ നിന്ന് ഞാൻ ഓതിയിട്ടുണ്ട് മക്കയിൽ വെച്ച്. അത് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈജിപ്തിലെ ഉലമാ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അൽ-ലവായിലു സുംബലിയ ദർസ് നടത്തി തരണോ. അൽഹംദുലില്ലാ അവിടെ വെച്ച് 2 മണിക്കൂറോളം എടുത്ത് അൽ-ലവായിലു സുംബലിയ അവർക്ക് ദർസ് നടത്തി കൊടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സഹീഹുൽ ബുഖാരിയുടെ ദർസ് അത് വലിയ ഒരു ബർക്കത്തുള്ള ദർസാണ്. സമയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞങ്ങൾ ബുഖാരി ഇമാമിനെ സിയാറത്ത് ചെയ്യാൻ പോയി, എല്ലാ സ്ഥലത്തും പോയി. കൊണ്ടുപോയി അപ്പോ അന്നവിടെ റിപ്പയറാണ്, മഖാമിന്റെ അവിടെ റിപ്പയറാണ്. അതുകൊണ്ട് ആരും അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കുന്നില്ല. 4 ഭാഗം വേലി കെട്ടിക്കളഞ്ഞിരിക്കുന്നു, കയറ് കെട്ടിയിരിക്കുന്നു. അതിനാണെങ്കിലും ചുള്ളിക്കോട് ഉസ്താദ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ട് സംസാരിച്ച് എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങൾക്ക് 4 ആൾക്ക് ബുഖാരി ഇമാമിന്റെ അടുത്തേക്ക് പോകാൻ സമ്മതം തന്നു. പിന്നെ അത് 10 ആളായി തോന്നുന്നുണ്ട്. അതായത് ഞങ്ങൾ അവിടെ എത്തി. ബുഖാരി ഇമാമിന്റെ മഖാമിൽ വെച്ചതുകൊണ്ട് ബുഖാരിയുടെ ഏതാനും ഹദീസുകൾ ദർസ് നടത്താനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ മഹത്വമുള്ള ദർസാണ് സഹീഹുൽ ബുഖാരിയുടെ ദർസ്. ആ ദർസിൽ മുതല്ലിമീങ്ങളോട് പറയാനുള്ളത് എപ്പോഴും പഴയ മുതല്ലിമീങ്ങളോട് പറഞ്ഞതാണ്, വലിയ അദബ് ഉണ്ടായിരിക്കും.